പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ചെറിയമുണ്ടം ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൺഇൻട്രപ്റ്റബിൾ പവർ സപ്ലൈ UPS അതിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ, അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ്, അതിൻ്റെ റേറ്റിംഗ് എക്സെട്ര അവയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ UPSൽ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളാണ് ഇൻവേർട്ടർ, ബാറ്ററി ചാർജർ തുടങ്ങിയവ. നമുക്ക് ഈ ക്ലാസ്സിൽ ഇൻവേർട്ടർ, വ്യത്യസ്ത തരം ബാറ്ററികൾ, ബാറ്ററി ചാർജിങ് മെത്തേഡ്സ് തുടങ്ങിയിട്ടുള്ളവ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ വ്യത്യസ്ത തരം ബാറ്ററീസ് അവൈലബിൾ ആണ്, വ്യത്യസ്ത പർപ്പസിന് വേണ്ടിയുള്ള ബാറ്ററീസ്. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് ഉപയോഗത്തിനുള്ളതാണോ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ബാറ്ററിയിലും പറഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് പാലിക്കണം. എന്നാലേ ഒരു ബാറ്ററി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അതിന് പ്രോപ്പർ ലൈഫ് കിട്ടുള്ളൂ. താഴെ പറയുന്ന ബാറ്ററി ടൈപ്പുകളാണ് നമ്മൾ ഇൻവേർട്ടർ അതുപോലെ UPSകൾ യൂസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ ബാറ്ററീസ്, ട്യൂബുലാർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെഡ് ആസിഡ് ബാറ്ററീസ്, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ SMF ബാറ്ററീസ്. നമുക്ക് ഓരോ ബാറ്ററീസ് നോക്കാം. ഓട്ടോമൊബൈൽ ബാറ്ററീസ് സാധാരണയായിട്ട് വാഹനങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്, കാറ്, ട്രക്ക് തുടങ്ങിയവയിൽ. ചീപ്പസ്റ്റ് ബാറ്ററീസ് ആണ് ഓട്ടോമൊബൈൽ ബാറ്ററീസ് ആസ് കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് ബാറ്ററീസ്. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ സ്റ്റാൻഡ് ബൈ യൂസിന് പറ്റില്ല എന്നുള്ളതാണ്. സ്റ്റാൻഡ് ബൈ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവേർട്ടറുകൾ UPSലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് നമ്മൾ സ്റ്റാൻഡ് ബൈ യൂസിനാണ് ഉപയോഗിക്കുന്നത്. അതായത് പവർ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ബാറ്ററിയാണ് സപ്ലൈ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ആ ഒരു യൂസേജിന് ഓട്ടോമൊബൈൽ ബാറ്ററീസ് പറ്റില്ല. നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ക്രാങ്ക് ചെയ്യാൻ കുറഞ്ഞ സമയത്തേക്ക്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഓട്ടോമൊബൈലിലെ ആൾട്ടർനേറ്റീവ്സ് ആണ്. ആ ഒരു കുറഞ്ഞ സമയത്തേക്ക് കൂടുതൽ ആംബിയർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ ബാറ്ററീസിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ബൈ യൂസിന് ഓട്ടോമൊബൈൽ ബാറ്ററീസ് പറ്റില്ല. നമ്മൾ സ്റ്റാൻഡ് ബൈ യൂസിൽ ഇത് ഉപയോഗിച്ചാൽ അതിൽ പോസിറ്റീവ് ഗ്രിഡ് കൊറോഷൻ സംഭവിക്കും. പോസിറ്റീവ് ഗ്രിഡ് കൊറോഷൻ എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിൽ കൊറോഷൻ സംഭവിക്കുക, ദ്രവിച്ചു പോവുക. അത് ബാറ്ററിയുടെ ബാക്കപ്പ് കുറയാൻ, അതുപോലെ അതിൻ്റെ ലൈഫ് കുറയാൻ കാരണമാവും. ഓട്ടോമൊബൈൽ ബാറ്ററീസിന് ലൈഫ് കുറവാണ് ആസ് കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് ബാറ്ററീസ്. 250 to 300 ഫുൾ ചാർജ് ഡിസ്ചാർജ് സൈക്കിൾ മാത്രമേ ഓട്ടോമൊബൈൽ ബാറ്ററീസിന് ലൈഫുള്ളൂ. ട്യൂബുലാർ ഓർ ഇൻഡസ്ട്രിയൽ ലെഡ് ആസിഡ് ബാറ്ററി, നമ്മൾ സാധാരണയായിട്ട് ഇൻവെർട്ടേഴ്സിൽ UPSകൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ഇത്തരം ബാറ്ററീസാണ്. ഇത്തരം ബാറ്ററികൾക്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും, AH കപ്പാസിറ്റി കൂടുതലുള്ള ബാറ്ററീസാണ് ഇവ. അതുപോലെ ലൈഫും ഓപ്പറേറ്റിംഗ് ലൈഫും കൂടുതലാണ്. 1000 ചാർജ് ഡിസ്ചാർജ് സൈക്കിള് അത്രയും ലൈഫ് കിട്ടും. നമ്മൾ ഈ ബാറ്ററി ശ്രദ്ധിക്കേണ്ടത് റെഗുലർ മെയിൻ്റനൻസ് ആവശ്യമാണ്. റെഗുലറായിട്ട് നമുക്ക് ബാറ്ററി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ അതിൻ്റെ ടെർമിനൽസൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പാണ് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ SMF ബാറ്ററീസ്. SMF ബാറ്ററീസ് കംപ്ലീറ്റ്ലി സീൽഡാണ്, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ആവശ്യമില്ല. ഇതിൽ ഇലക്ട്രോലൈറ്റായിട്ട് വെറ്റ് ആസിഡല്ല യൂസ് ചെയ്യുന്നത്, പകരം ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ജെൽ ടൈപ്പ് മെറ്റീരിയലാണ്. ആ ജെൽ ടൈപ്പ് മെറ്റീരിയൽ ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റീസിലൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കും. ഇത്തരം ബാറ്ററീസിനെ നമ്മൾ VRLA ബാറ്ററി എന്നുകൂടി വിളിക്കും. വാൽവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ SLA ബാറ്ററി, സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററീസ് എന്നൊക്കെ വിളിക്കും. താരതമ്യേന സൈസ് കുറവാണ്, നമുക്ക് AC റൂമുകളൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ
ട്യൂബുലാർ ബാറ്ററി AC റൂമുകളൊക്കെ യൂസ് ചെയ്താൽ അതിനൊരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷേ SMF ബാറ്ററീസിന് ആ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ AC റൂമുകളിലൊക്കെ നമുക്ക് വിത്ത് ഇൻവെർട്ടേഴ്സ് SMF ബാറ്ററീസ് നമുക്ക് ഉപയോഗിക്കാം. SMF ബാറ്ററീസ് മോർ എക്സ്പെൻസീവ് വെൻ കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് ബാറ്ററീസ്. ഏറ്റവും സെൻസിറ്റിവിറ്റി കൂടിയ ബാറ്ററി SMF ബാറ്ററീസ് ആണ്. നമ്മൾ അതുപോലെ ഈ ടെമ്പറേച്ചർ, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 40 ഡിഗ്രിയിൽ താഴെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് വളരെയധികം കുറയാനത് കാരണമാവും. റേറ്റിംഗ് ഓഫ് ബാറ്ററീസ്. ബാറ്ററിയുടെ ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവലുള്ള ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്. 6 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട്, 120 വോൾട്ട് വരെയുള്ള ബാറ്ററീസ് അവൈലബിൾ ആണ്. സാധാരണയായിട്ട് 6 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട് ബാറ്ററീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുന്നത് ആംബിയർ അവറിലാണ്. ബാക്കപ്പ് ടൈം ആംബിയർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. ആംബിയർ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ബാക്കപ്പ് ടൈം കൂടും. നമുക്ക് ആംബിയർ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ബാറ്ററീസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. വോൾട്ടേജ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ. ചാർജിങ് ഓഫ് ബാറ്ററി. ഒരു ബാറ്ററിയുടെ ലൈഫ് ചാർജിങ് മെത്തേഡിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ചാർജിങ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്, കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്ങിൽ നമ്മൾ സീരീസ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. സിംപ്ലസ്റ്റ് ചാർജിങ് മെത്തേഡാണ്. നമ്മൾ ചാർജിങ് മെത്തേഡ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനീഷ്യൽ സമയത്ത് ബാറ്ററിയുടെ ഡിസ്ചാർജർ ബാറ്ററിയാണ്, അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സമയത്ത് ഈ ചാർജർ വെരി ഹൈ കറണ്ട് ബാറ്ററിയിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ബാറ്ററിയുടെ ലൈഫ് കുറയാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേജ് വോൾട്ടേജ് ചാർജിങ് മെത്തേഡാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക. ഇനീഷ്യൽ സമയത്ത് കുറഞ്ഞ വോൾട്ടേജ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചാർജർ കുറഞ്ഞ വോൾട്ടേജ് സപ്ലൈ ചെയ്യും. ഒരു ലെവൽ എത്തിയതിന് ശേഷം റേറ്റഡ് വോൾട്ടേജ് സപ്ലൈ ചെയ്യും. അതിന് നമ്മൾ മൾട്ടി വോൾട്ടേജ് ചാർജിങ് മെത്തേഡ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ബാറ്ററി ഫുള്ളി ചാർജഡ് ആയാൽ പിന്നെ ചാർജറിൽ നിന്ന് ബാറ്ററിയിലേക്ക് കറണ്ട് പാസ് ചെയ്യില്ല. കാരണം ഈക്വൽ ചാർജ് ആയാലും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ആ ഒരു ടൈമിനെ നമ്മൾ ഫ്ലോട്ട് ചാർജിങ് എന്ന് വിളിക്കും. ഈ മെത്തേഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് മെത്തേഡ് SMF ബാറ്ററീസിൽ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ട്യൂബുലാർ ലെഡ് ആസിഡ് ബാറ്ററീസിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് യൂസ് ചെയ്യുന്നില്ല. കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്. കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്ങിൽ ഷണ്ട് റെഗുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്ങിൽ സീരീസ് റെഗുലേറ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് ടേക്ക് ലെസ് ചാർജിങ് ടൈം. ചാർജിങ് ടൈം ആസ് കമ്പയർഡ് ടു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് കുറവാണ്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി ഫുള്ളി ചാർജ് ആയാൽ ചാർജർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററി ഓവർ ചാർജഡ് ആവും. അങ്ങനെ ഓവർ ചാർജഡ് ആയാൽ ബാറ്ററി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിൻ്റെ ലൈഫ് കുറയാനും അത് കാരണമാവും. ഓട്ടോമൊബൈൽ, ട്യൂബുലാർ, ഇൻഡസ്ട്രിയൽ ലെഡ് ആസിഡ് ബാറ്ററീസിലാണ് സാധാരണയായിട്ട് കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് യൂസ് ചെയ്യുന്നത്. SMF ബാറ്ററീസിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആൻഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്ങിനും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു ചാർജിങ് മെത്തേഡാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആൻഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് മെത്തേഡ്. ഇവയ്ക്ക് ആസ് കമ്പയർഡ് ടു അതർ മെത്തേഡ്സ് മോർ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിഗിനിങ്ങിൽ നമ്മൾ ചാർജിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡായിട്ടും ഒരു നിശ്ചിത വോൾട്ടേജ് ആ ഒരു ബാറ്ററിക്ക് ലഭിച്ചാൽ അതിൻ്റെ ശേഷം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെത്തേഡായിട്ടുമാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള
കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ കറണ്ട് എടുക്കുക എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡിൻ്റെ ഡ്രോബാക്ക് ആയിട്ടുള്ള ഓവർ ചാർജ് ആവുക എന്നുള്ളൊരു ഡ്രോബാക്കും ഇതുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതായത് സ്റ്റാർട്ടിങ്ങിൽ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡും എൻഡിങ്ങിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെത്തേഡുമാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആൻഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഓട്ടോമൊബൈൽ ബാറ്ററീസ്, ട്യൂബുലാർ ഇൻഡസ്ട്രിയൽ ബാറ്ററികളിൽ, അതുപോലെ SMF ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് റെഗുലേറ്റഡ് ചാർജിങ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ട് തരത്തിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. ഒന്ന് നോർമൽ ചാർജിങ്, രണ്ട് ട്രിക്കിൾ ചാർജിങ്. നോർമൽ ചാർജിങ്ങിൽ നമ്മൾ ബാറ്ററി ഒരു ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ അത് ഫുള്ളി ചാർജ് ആയാൽ ചാർജർ കട്ട് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററി ഓവർ ചാർജഡ് ആവും, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ട്രിക്കിൾ ചാർജിങ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ചാർജിങ് മെത്തേഡാണ്. അത് ഒരു ബാറ്ററിയെ എല്ലായ്പ്പോഴും ഫുള്ളി ചാർജഡായിട്ട് നിലനിർത്തും. അതായത് ഒരു ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററിയിലെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും അത് ഫുള്ളി ചാർജഡ് ആയിരിക്കും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ട്രിക്കിൾ ചാർജിങ് എന്ന് വിളിക്കുന്നത്. ട്രിക്കിൾ ചാർജിങ് എന്ന് വെച്ചാൽ ഒരു സ്ലോ മെത്തേഡ് ഓഫ് ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫ് കൂടുതൽ ലഭിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ട്രിക്കിൾ ചാർജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഒരു ഫുള്ളി ചാർജഡ് ആയിട്ടുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് 2.1 വോൾട്ട് പെർ സെല്ലായിരിക്കും. അത് 2.7 വോൾട്ട് പെർ സെല്ല് വരെ ഇൻക്രീസ് ചെയ്യാം. ബാറ്ററിയുടെ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് സെല്ലിൻ്റെ സെല്ല് വോൾട്ടേജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബാറ്ററിയിൽ 6 സെല്ലുകളുണ്ട്. അപ്പോൾ 6 × 2.1 ആയിരിക്കും ബാറ്ററിയുടെ വോൾട്ടേജ്, അതായത് 12.6. ഒരു ഡിസ്ചാർജ് ആയിട്ടുള്ള സെല്ലിൻ്റെ വോൾട്ടേജ് 1.8 വോൾട്ട് പെർ സെല്ലായിരിക്കും. അതിൽ കൂടുതൽ ഡിസ്ചാർജ് ആയാൽ ആ ബാറ്ററി പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ബാറ്ററി അതിൻ്റെ കപ്പാസിറ്റി 100 AH ആണ്. അപ്പോൾ 100 AH ഡിവൈഡ് ബൈ ടൈം 10 അവർ, ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ആംപിയർ. അപ്പോൾ 10 ആംപിയർ കറണ്ട് 10 മണിക്കൂർ സമയത്തേക്ക് ചാർജ് ചെയ്താൽ അത് ഫുള്ളി ചാർജഡ് ആവും. ഇനി അത് ഡിസ്ചാർജ് റേറ്റ് 5 ആംപിയർ ആണെങ്കിൽ 20 മണിക്കൂർ സമയം കൊണ്ട് അത് ഫുള്ളി ഡിസ്ചാർജഡ് ആവും. ഒരു ബാറ്ററി ഫുള്ളി ഡിസ്ചാർജഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചാർജ് ആവാൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാത്തൊരു ബാറ്ററി നോർമൽ ചാർജിങ് കറണ്ടിൽ ചാർജ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് ഹയർ ചാർജ് വോൾട്ടേജ് ടു സ്റ്റാർട്ട് ദി ചാർജിങ് കറണ്ട്. ആ ചാർജിങ് പ്രോസസ്സ് തുടങ്ങാൻ വളരെ വലിയൊരു വോൾട്ടേജ് അതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ചെക്കിംഗ് ഓഫ് ബാറ്ററി, ഒരു ബാറ്ററിയുടെ ആസിഡ് ലെവൽ, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്നിവ ഒരു ബാറ്ററിയുടെ കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബാറ്ററി ചാർജ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ബാറ്ററിയിലെ ആസിഡ് ലെവല് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈഡ്രോമീറ്ററിലെ സ്കെയില് 1100 മുതൽ 1300 വരെ ആയിരിക്കും. നമ്മൾ ആ ഇലക്ട്രോലൈറ്റിലേക്ക് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്താൽ ആ റീഡിങ് 1100-നും 1150-നും ഇടയിലാണെങ്കിൽ ബാറ്ററി ഡൗൺ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ 1200-നും 1250-നും ഇടയിലാണെങ്കിൽ ബാറ്ററി ഓക്കെ ആണെന്ന് മനസ്സിലാക്കണം. 1250-നും 1300-നും ഇടയിലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എക്സസ് ആസിഡ്, അതായത് ഓവർ ചാർജഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ്
ചെക്കിംഗ് ഓഫ് ബാറ്ററി യൂസിങ് ഹൈഡ്രോമീറ്റർ. വോൾട്ടേജ് ടെസ്റ്റിംഗ്. നമുക്ക് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്തും ബാറ്ററിയുടെ കണ്ടീഷൻസ് കണ്ടെത്താം. അതിനുവേണ്ടി ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബാറ്ററിയുടെ നോർമൽ വോൾട്ടേജ് 2.1 വോൾട്ട് ആയിരിക്കും ചാർജഡ് കണ്ടീഷനിൽ. ഡിസ്ചാർജഡ് കണ്ടീഷനിൽ 1.8 വോൾട്ട് ആയിരിക്കും. ഈ 1.8 വോൾട്ടിലും കുറവാണ് ബാറ്ററിയുടെ സെല്ല് വോൾട്ടേജ് എങ്കിൽ അതിൻ്റെ മീനിങ് ബാറ്ററി ഡെഡ് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ കൊണ്ട് ഒരുപാട് സമയം ഒരു ബാറ്ററി ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം അത് ബാറ്ററിയെ ഹെവി ആയിട്ട് ലോഡ് ചെയ്യും. അത് ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ കാരണമാവും. ഇലക്ട്രോലൈറ്റ് ലെവല് അതിൻ്റെ കണ്ടെയ്നറിൽ കുറവാണെങ്കിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് വേണം അത് ടോപ്പപ്പ് ചെയ്യാൻ. ഇലക്ട്രോലൈറ്റ് കൊണ്ട് ടോപ്പപ്പ് ചെയ്യരുത്. ഡിസ്റ്റിൽഡ് വാട്ടറാണ് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റിൻ്റെ ലെവല് സമ്മർ സീസണിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും ചെക്ക് ചെയ്യണം. ഇലക്ട്രോലൈറ്റ് ലെവൽ കുറവാണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യണം. ഇനി വിൻ്റർ മറ്റ് സീസൺസിലാണെങ്കിൽ 15 ദിവസത്തിന് മുകളിൽ സമയമെടുക്കാം മെയിൻ്റനൻസിന് വേണ്ടി. ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ബാറ്ററിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ DC വോൾട്ടേജ് ആണ്. അതിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. PWM ഇൻവെർട്ടർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. PWM ഇൻവെർട്ടേഴ്സിൽ സ്വിച്ചിങ് സർക്യൂട്ടുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റുകളാണ്. മെറ്റൽ ഓക്സൈഡ്, സെമി കണ്ടക്ടർ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, അതുപോലെ IGBTസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോസ്ഫെറ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ PWM മോസ്ഫെറ്റ് ഇൻവെർട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഗ്രാഫിൽ കാണുന്നതാണ് ഒരു PWM ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ മോസ്ഫെറ്റ്സിനെ വ്യത്യസ്ത ഇൻ്റർവെൽസിൽ സ്വിച്ച് ഓൺ ചെയ്ത് അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്ത് ആണ് ഈ ഒരു വേവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ലോഡിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആ ലോഡ് ഇതൊരു സൈൻ വേവിൻ്റെ രൂപത്തിൽ. വാട്ട് ഈസ് PWM ടെക്നോളജി? വൈ PWM ഈസ് യൂസ്ഡ്? പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും. ലോഡിൽ വേരിയേഷൻ സംഭവിക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ സംഭവിക്കില്ല. പക്ഷേ കൺവെൻഷണൽ ഇൻവെർട്ടേഴ്സിൽ ഔട്ട്പുട്ട് ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. PWM ഇൻവെർട്ടർ ലോഡിൽ വേരിയേഷൻ സംഭവിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ അതിന് സാധിക്കും. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ചിങ് പൾസിൻ്റെ വിഡ്ത്തിന് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ കഴിഞ്ഞ പേജിൽ അതിൻ്റെ ആ വേവ് കണ്ടു. അതിൻ്റെ വിഡ്ത്ത് വേരിയേഷൻ സംഭവിക്കുന്നതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ സംഭവിക്കുക. വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആവറേജ് വോൾട്ടേജ് കൂടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. നമ്മൾ ഈ PWM ഇൻവെർട്ടേഴ്സിൽ അതിൽ ഒരു ഫീഡ്ബാക്കിംഗ് സർക്യൂട്ട് ഉണ്ടാവും. PWM കൺട്രോളർ സെക്ഷനിലേക്ക് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിന് സെൻസ് ചെയ്തിട്ട് കൊടുക്കും. ഫീഡ്ബാക്കിനനുസരിച്ച് ഈ PWM കൺട്രോളർ ഈ സ്വിച്ചിങ് പൾസിൽ വേണ്ട രീതിയിലുള്ള കറക്ഷൻസ് നടത്തും. അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും. PWM കൺട്രോളർ സർക്യൂട്ടിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ
PWM ICs ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഡ്രൈവർ സർക്യൂട്ട് ഔട്ട്പുട്ട് സെക്ഷനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു ദി സ്വിച്ചിങ് ഫ്രീക്വൻസി, ട്രാൻസിസ്റ്റേഴ്സ്, സ്പെഷ്യലി ഡിസൈൻഡ് ഡ്രൈവർ ICs എന്നിവയാണ് നമ്മൾ ഡ്രൈവിംഗ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സർക്യൂട്ട് ഒരു പ്രീ ആംപ്ലിഫയർ ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. പ്രീ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ആംപ്ലിഫൈ ചെയ്യാം. നമ്മൾ സാധാരണത്തെ ആംപ്ലിഫയറിന് പറയുന്ന പേരാണ്, സിഗ്നലിൻ്റെ ആംപ്ലിഫിക്കേഷൻ കൂട്ടുന്നതിന് പറയുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. പ്രീ ആംപ്ലിഫയർ ആയിട്ടാണ് ഡ്രൈവർ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ഓസിലേറ്റർ സർക്യൂട്ടാണ് സ്വിച്ചിങ് ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യുന്നത്. AC ജനറേറ്ററാണ് ഈ ഓസിലേറ്റർ എന്ന് വെച്ചാൽ. DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ. ഔട്ട്പുട്ട് സെക്ഷൻ, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനാണ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഔട്ട്പുട്ട് സെക്ഷനിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടാവും. ബാറ്ററി വോൾട്ടേജിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ബാറ്ററി വോൾട്ടേജിനെ റേറ്റഡ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ലൈൻ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ മോസ്ഫെറ്റ് സ്വിച്ചിങ് ഡിവൈസസ് ഉണ്ടാവും. അവയാണ് ഈ 12 വോൾട്ട് DC-നെ അല്ലെങ്കിൽ എത്ര വോൾട്ടാണോ ആ DC വോൾട്ടേജിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബാറ്ററി ചാർജിങ് സർക്യൂട്ട് ബാറ്ററിയുടെ ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. AC മെയിൻ സെൻസിങ് സർക്യൂട്ടിൻ്റെയും അതുപോലെ ബാറ്ററി വോൾട്ടേജ് സെൻസറിൻ്റെയും ഔട്ട്പുട്ടായിരിക്കും ഈ ബാറ്ററി ചാർജിങ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട്. നമുക്ക് ഓരോ ഇൻവേർട്ടറിൻ്റെയും സർക്യൂട്ട് ഡിസൈൻ അനുസരിച്ച് സ്ക്വയർ വേവ്, മോഡിഫൈഡ് സൈൻ വേവ്, പൾസ്ഡ് സൈൻ വേവ്, പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് വേവ്, സൈൻ വേവ് എന്നിവ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് പ്യുവർ സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻവേർട്ടറിൻ്റെ സ്റ്റേജസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ആൻ ഇൻവേർട്ടർ മോർ ദാൻ 3 stages ആർ മോർ കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ്. 3 സ്റ്റേജുകൾക്ക് മുകളിലുള്ള ഇൻവേർട്ടർ അതിൻ്റെ സർക്യൂട്ട് വളരെ കോംപ്ലക്സ് ആയിരിക്കും, അതുപോലെ എക്സ്പെൻസീവ് ആയിരിക്കും. പല ഇലക്ട്രിക്കൽ ഡിവൈസും പ്യുവർ സൈൻ വേവിൽ വർക്ക് ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് AC മോട്ടോഴ്സ് നമ്മൾ നോൺ സൈനസോയിഡൽ പവറിൽ യൂസ് ചെയ്താൽ, നോൺ സൈനസോയിഡൽ പവർ ഉപയോഗിച്ചിട്ട് AC മോട്ടോർ വർക്ക് ചെയ്യിപ്പിച്ചാൽ, നോൺ സൈനസോയിഡൽ വേവ് എന്ന് വെച്ചാൽ സൈൻ വേവ് അല്ലാത്ത വേവ്, സ്ക്വയർ വേവ് ആവാം, പൾസ് വേവ് ആവാം, പൾസ്ഡ് സൈൻ വേവ് ആവാം, എനി ടൈപ്പ്. അത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ലോസസ് കൂടുതലായിരിക്കും, അതിൻ്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് സൈൻ വേവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഇൻവെർട്ടേഴ്സാണ്. പക്ഷേ അതിന് എക്സ്പെൻസീവാണ്, അവയിലെ സർക്യൂട്ടുകൾ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയാനുള്ളത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്, ട്രിക്കിൾ ചാർജിങ്, നോർമൽ ചാർജിങ്, ഇൻവേർട്ടേഴ്സ് തുടങ്ങിയവ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.